നമസ്കാരം. റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ. തേനീച്ചയുടെ കുത്തേറ്റ ബൈക്ക് യാത്രികൻ കിണറ്റിൽ ചാടി. രക്ഷകരായി മുക്കം അഗ്നിരക്ഷാസേന. മാനവ മുക്കത്തിൻ്റെ നിലമ്പനാദം പരിപാടിയിൽ സ്നേഹാദരവും ഗസൽ സന്ധ്യയും. താമരശ്ശേരി ചുരത്തിലെ അപകടകരമായ കല്ലുകൾ മാറ്റാൻ നടപടി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണം. സ്വന്തമായി ഭൂമി വാങ്ങി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം, വീണ്ടും മരണം. ചികിത്സയിലായിരുന്ന തൃശൂർ സ്വദേശിയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. തേനീച്ചയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കിണറ്റിലേക്ക് ചാടിയ ആൾക്ക് രക്ഷയൊരുക്കി മുക്കം അഗ്നിരക്ഷാസേന. ബൈക്ക് യാത്രക്കാരൻ ചാത്തമംഗലം വേങ്ങരിമഠം പടിഞ്ഞാറെത്തൊടിയിൽ ഷാജുവിനെയാണ് രക്ഷപ്പെടുത്തിയത്. മാമ്പറ്റ ചെരിക്കലോട് ഭാഗത്ത് ബൈക്കിൽ യാത്ര ചെയ്യവെയാണ് ഇദ്ദേഹത്തെ തേനീച്ചക്കൂട്ടം ആക്രമിച്ചത്. തേനീച്ചയുടെ കുത്തേറ്റതോടെ രക്ഷാമാർഗം എന്ന നിലയിൽ തൊട്ടടുത്ത വീട്ടിലെ കിണറ്റിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മുക്കം സ്റ്റേഷൻ ഓഫീസർ MA അബ്ദുൽ ഗഫൂറിൻ്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. റെസ്ക്യൂ നെറ്റ് ഉപയോഗിച്ചാണ് ഷാജുവിനെ കിണറ്റിൽ നിന്ന് കയറ്റിയത്. മുഖത്ത് ഒട്ടേറെ കുത്തുകളേറ്റ് പരിക്കേറ്റ ഇദ്ദേഹത്തെ മണാശ്ശേരി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ദശാബ്ദി ആഘോഷ നിറവിൽ മാനവ മുക്കം സംഘടിപ്പിച്ച നിലമ്പനാദം പരിപാടി ശ്രദ്ധേയമായി. മുക്കം കടവ് പാലത്തിന് സമീപം മുളങ്കാട് പരിസരത്തൊരുക്കിയ സ്നേഹാദര പരിപാടിയിൽ നദീതടങ്ങളുടെ സംരക്ഷണത്തിന് മാതൃക തീർത്ത മുൻ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK വിനോദ്, സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നേടിയ മുക്കം സലീം എന്നിവർക്ക് സ്നേഹവന്ദനവും അഭിവാദനവും അർപ്പിച്ചു. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു ചടങ്ങിൻ്റെ ഉപഹാര സമർപ്പണവും ഉദ്ഘാടനവും നിർവഹിച്ചു. ആഘോഷങ്ങൾ ആലോചനകളാവട്ടെ എന്ന പ്രമേയം മുൻനിർത്തി നടന്ന പരിപാടിയിൽ 3 ഏക്കറോളം വരുന്ന സ്വന്തം ഭൂമി വനഭൂമിയാക്കി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മാതൃക തീർത്ത മുഹമ്മദ് ആരാമ്പ്രം വിനോദിനെയും മുള ഗവേഷണ കേന്ദ്രം റിട്ടയർഡ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ KV മുഹമ്മദ് കുഞ്ഞി മുക്കം സലീമിനെയും പൊന്നാട അണിയിച്ചു. ആർട്ടിസ്റ്റ് സിഗ്നി ദേവരാജൻ വരച്ച ഛായാചിത്രവും കൈമാറി. ഇരുവഞ്ഞിപ്പുഴയുടെ വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന പദ്ധതി സർക്കാർ തലത്തിൽ തയ്യാറാവുന്നുണ്ടെന്ന് VK വിനോദ് മറുപടി പ്രസംഗത്തിൽ അറിയിച്ചു. ഇതിനായി പുഴയുടെ ഇരുകരകളും ഭിത്തികെട്ടി സംരക്ഷിച്ച് ഉദ്യാനങ്ങളും വിനോദ കേന്ദ്രങ്ങളും നിർമ്മിക്കുന്നതിന് ജലസേചന ടൂറിസം വകുപ്പുകളുടെ സംയുക്ത പദ്ധതി ഒരുങ്ങുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CTC അബ്ദുള്ള, AM ജമീല ടീച്ചർ, NM ഹാഷിർ, K പുരുഷോത്തമൻ, N അബ്ദുൽ സത്താർ, മാലിക് നാലകത്ത് എന്നിവർ സംസാരിച്ചു. മാനവം ചെയർമാൻ G അബ്ദുൽ അക്ബർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ സുബൈർ അത്തൂളി സ്വാഗതവും ട്രഷറർ N അഹമ്മദ് കുട്ടി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് മുക്കം സലീം നയിച്ച ഗസൽ സന്ധ്യയും അരങ്ങേറി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിന് MCF കെട്ടിടം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിൽ കറുത്തോർബ് എള്ളങ്കലിൽ സ്വന്തമായി 20 സെന്റ് ഭൂമി വാങ്ങി. പഞ്ചായത്തിൻ്റെ 18 വാർഡുകളിലെ വീടുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുവയ്ക്കാനോ തരംതിരിക്കുവാനോ ഗ്രാമപഞ്ചായത്തിന് ഇതുവരെ സ്വന്തമായോ ഭൂമിയോ കെട്ടിടമോ ഇല്ലായിരുന്നു. ഈ പ്രശ്നത്തിന് ഇതോടെ പരിഹാരമാവും. ഭരണസമിതി നടത്തിയ നിരവധി അന്വേഷണങ്ങളിൽ കറുത്തോർബ് എള്ളങ്കലിൽ പുതിയ സ്ഥലം കണ്ടെത്തുകയും അവിടെ 20 സെന്റ് ഭൂമി സ്വന്തമായി വാങ്ങുകയും ചെയ്തു. ഇതോടെ പഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണം ഇനി എളുപ്പമാവും. കറുത്തോർബ് സാംസ്കാരിക നിലയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മരിയയ്ക്ക് ആധാരം കൈമാറി. വൈസ് പ്രസിഡന്റ് ജംഷീദ് ഒളകര അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജിത സുരേഷ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മൂത്തേടത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാഹിന ടീച്ചർ, K കൃഷ്ണദാസ്, മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MT അഷ്റഫ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സമാൻ ചാലുളി, K കോയ, AP മോയി, ഇസ്മായിൽ മേച്ചേരി, നടുക്കണ്ടി അബൂബക്കർ, റൌഫ് കറുത്തറമ്പ്, ബാബു തോണ്ടയിൽ, കലന്തൻ കുട്ടി കറുത്തറമ്പ്, മുഹമ്മദ് മാസ്റ്റർ, റൌഫ് കറുത്തറമ്പ്, ഷൈമ, അസിസ്റ്റന്റ് സെക്രട്ടറി ജോസ് തോമസ് എന്നിവർ സംസാരിച്ചു. താമരശ്ശേരി ചുരം റോഡിലെ അപകടകരമായ കല്ലുകൾ ഉടൻ മാറ്റാൻ നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. റോഡിന് മുകളിൽ അപകടകരമായി നിൽക്കുന്ന കല്ലുകൾ നീക്കം ചെയ്യുന്നതിനുള്ള സാധ്യതാ പഠനം നടത്താൻ ULCCക്ക് കത്ത് നൽകും. ജിയോളജി, സിവിൽ എഞ്ചിനീയറിംഗ് വിദഗ്ധരെ ഉൾപ്പെടുത്തി ചുരത്തിൽ പരിശോധന നടത്താനും കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കലക്ടർ രേഖ, താമരശ്ശേരി തഹസിൽദാർ C സുബൈർ, ജിയോളജിസ്റ്റ് ഡോക്ടർ മഞ്ജു, DFOU ആഷിഖ് അലി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV സുജേഷ്, ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസർ M രാജീവ്, ഹസാർഡ് അനലിസ്റ്റ് P അശ്വതി, NIT പ്രൊഫസർമാരായ സന്തോഷ്, പ്രദീപ് നേഗി, അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാനത്ത് അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു ഒരാൾ കൂടി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന തൃശൂർ ചാവക്കാട് സ്വദേശി റഹീം ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇയാളെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ അമീബിക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതോടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 18 ആയി.
ഈ മാസം മാത്രം 7 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. 66 പേർക്ക് ഇതുവരെ രോഗം ബാധിച്ചതായി ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.